What is nutrition? Nutrients are the vital substances present in our food which performs the vital functions in our body. It provides energy for works, maintain body temperatures, builds and repairs body tissues, regulates body metabolism for normal health and protects our body against diseases. The essential nutrients are carbohydrates, fats, proteins, vitamins, and minerals. We require a sufficient amount of these nutrients to live and thrive. എന്താ പറയുന്നത്? വാട്ട് ഈസ് ന്യൂട്രീഷൻ? എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോഷകാഹാരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രീഷൻ. അപ്പോൾ എന്താ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻസ്, അതായത് പോഷകങ്ങൾ അല്ലേ? നമ്മുടെ പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ, നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈറ്റൽ മീൻസ് ഇമ്പോർട്ടൻറ്റ്, സബ്സ്റ്റാൻസസ് മീൻസ് പദാർത്ഥങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഈ പദാർത്ഥങ്ങൾ എന്തിനാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ബോഡിയിൽ നല്ല രീതിയിൽ നമ്മുടെ ബോഡി പ്രവർത്തനം നടക്കണമെങ്കിൽ എന്താണ് നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? എനർജി ഫോർ വർക്ക്സ്, നമുക്ക് ജോലി ചെയ്യാനുള്ള എനർജി തരുന്നുണ്ട്. മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ താപനില, അതായത് ടെമ്പറേച്ചർ നിലനിർത്താൻ സഹായിക്കുന്നതും ആരാണ്? ഈ ന്യൂട്രിയൻസ് ആണ്. അതുകൂടാതെ ബിൽഡ്സ് ആൻഡ് റിപ്പയേഴ്സ്, അതായത് നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ നന്നാക്കാനും ബോഡി ടിഷ്യൂസ്, നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് മീൻസ് കോശങ്ങൾ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നന്നാക്കാനും അത് നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? റെഗുലേറ്റ്സ് ബോഡി മെറ്റബോളിസം ഫോർ നോർമൽ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ട്സ് അവർ ബോഡി എഗെയിൻസ്റ്റ് ഡിസീസസ്. റെഗുലേറ്റ്സ് മീൻസ് നിയന്ത്രിക്കുക. എന്താണ് നിയന്ത്രിക്കുന്നത്? ബോഡി മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, ബോഡി ചെയ്യുന്ന പ്രവർത്തനം എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ആവുക, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാൻ പറ്റും? മെറ്റബോളിസം എന്ന് പറയാൻ പറ്റും. നമ്മൾ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും നമ്മുടെ ബോഡി പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം. അപ്പോൾ ആ ഒരു മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കാനും നമ്മുടെ എന്തിന് പറ്റുന്നുണ്ട്? ന്യൂട്രിയൻസിന് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിനെ രോഗങ്ങളിൽ നിന്നും എതിരെ, ഡിസീസസ് രോഗങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാനും ഈ ന്യൂട്രിയൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദി എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആർ, പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇതാണ് എന്താണ്? എസെൻഷ്യൽ ന്യൂട്രിയൻസ്. We require a sufficient amount of these nutrients to live and thrive. നമ്മൾ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാനും നമ്മുടെ അതിജീവനത്തിനും അതുപോലെ തന്നെ അഭിവൃദ്ധിക്കും എന്താണ് ഇത് നമ്മുടെ ഡെയിലി നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുത്തേ മതിയാവും. സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് ദീസ് ന്യൂട്രിയൻസ്, ഇത് നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. സഫിഷ്യൻ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എന്തായാലും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ലീവ് ആൻഡ് ത്രൈവ്, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള അതിജീവനത്തിനും അഭിവൃദ്ധിക്കും നമ്മൾ കഴിച്ചേ മതിയാവൂ എന്നാണ് പറയുന്നത്.